ഹലോ നമസ്കാരം, സായി ആർട്സിൽ നിന്ന് സുമനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേപോലൊരു ചെറിയ ഡിസ്കോ ലൈറ്റ് ആനിമേഷനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരുന്നു. ആഫ്റ്റർ എഫക്ട്സിൽ വന്നതിന് ശേഷം ഒരു പുതിയ സോളിഡ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് വൈറ്റ് കളർ ഞാൻ BG എന്ന് ഞാൻ സേവ് ചെയ്യുന്നു. നെയിം കൊടുക്കുന്നു. BG എന്നൊരു നെയിം കൊടുക്കുന്നു. വൈറ്റ് കളർ സെറ്റ് ചെയ്തു. ഓക്കെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എഫക്ട്സിൽ നോയ്സ് ആൻഡ് ഗ്രെയിനകത്ത് ഫ്രാക്ചറൽ നോയ്സ് അപ്ലൈ ചെയ്യുക. ആ എഫക്ട്സ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിൽ നോയ്സ് ടൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ പോയിട്ട് സോഫ്റ്റ് ലീനിയർ മാറ്റിയിട്ട് ബ്ലോക്ക് ആക്കുക. അതിനുശേഷം കോംപ്ലക്സിറ്റി എന്നുണ്ട്, അത് 1 ആക്കുക. അപ്പോൾ അത് കോംപ്ലക്സിറ്റിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആ ഗ്രെയിൻസിൻ്റെ ചേഞ്ചസ് വ്യത്യാസം വരും. കണ്ടോ, നമുക്ക് 1 മതി. 1 കൊടുത്തതിന് ശേഷം എവല്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അവിടെ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ടൂഗിൾ കീയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലെയറിനകത്ത് ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റിംഗ് ഓപ്ഷൻ വരും. അവിടെ ടൈം എന്ന് ടൈപ്പ് ചെയ്യുക. സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. ഒരു 200 ആഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഞാനൊരു പുതിയ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു. ഗ്രേഡിയൻ്റ് എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് കളർ എന്നോ ജസ്റ്റ് പേര് കൊടുക്കുന്നു. അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കളറ് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെയർ സ്റ്റൈലിൽ പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവർലേ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ലെയറിനകത്ത് പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവർലേ അതിൽ എഡിറ്റ് ഗ്രേഡിയൻ്റ് എടുക്കുക. നമുക്ക് ഇവിടെ കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓരോ കളറുകൾ നമുക്ക് വേണ്ട കളറുകൾ ഇങ്ങനെ പിക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെല്ലോ കളർ ആഡ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു ഓറഞ്ച് കളർ, ലാസ്റ്റ് ആ റെഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ ആംഗിൾ എന്ത് ചെയ്യുക, ഒരു 50 ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മാറ്റുക. ഇത്രയും കൊടുത്തതിന് ശേഷം ഈ ലെയറിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രീ കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നു കളർ എന്ന് പേര് ഓൾറെഡി വന്നിട്ടുണ്ട്. അവിടെ കളർ ഗ്രേഡിയൻ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ടിക്ക് ചെയ്യുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ബ്ലെൻഡിങ് മോഡിൽ പോയിട്ട് നോർമൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഓവർലേ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാഗിൽ ആ കളറുകളെല്ലാം ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രാക്ചറൽ നോയ്സിൽ പോയിട്ട് നമ്മുടെ ഇൻവേർട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇൻവേർട്ട് ആയിട്ടുള്ള ആ ഒരു സ്ക്വയർ ബോക്സിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ന്യൂ സോളിഡ് എടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ ആ ഫയൽ നെയിം ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഫയൽ നെയിം കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം എഫക്ട്സിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലെയർ റൈറ്റ് ക്ലിക്ക് എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് ഗ്രിഡ് അപ്ലൈ ചെയ്യാം. ഗ്രിഡ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഗ്രിഡിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 2 പോയിൻറ്റ്സിലുണ്ട്. ഈ പോയിൻറ്റ്സ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഓക്കെ, ഈ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് വയ്ക്കുക. അടുത്ത പോയിൻറ്റ് ബോക്സായിട്ട് വരുന്ന പോർഷൻ ഏതാണോ അവിടെ കറക്റ്റായിട്ട് വയ്ക്കുക. കറക്റ്റ് സൂം ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഔട്ട്ലൈൻ കറക്റ്റ് ആയിരിക്കും. ഇത് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ കോർണർ പോയിൻ്റ് മാറ്റിയിട്ട് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സ്ലൈഡ് എടുക്കുക. അതൊരു 60 കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഹൈറ്റും ഒരു 60 കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ പോയിൻ്റ്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കോർണർ പോയിൻ്റ് വീണ്ടും ആക്റ്റീവ് ആക്കുക. ആക്റ്റീവ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഓക്കെ, ഏകദേശം ഓക്കെ പോയിൻ്റ് ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം
ഈ ലെയറുകളെല്ലാം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രീ കമ്പോസ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അവിടെ ഈ ലെയർ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എഫക്ട്സ്, നമ്മുടെ CC സ്പിയർ എന്ന് പറയും. ഓക്കെ, പെർസ്പെക്റ്റീവിനകത്ത് CC സ്പിയർ അപ്ലൈ ചെയ്യാം. അവിടെ റേഡിയസ് നമുക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ ആ ഒരു ലെയറിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈറ്റ്, നമുക്ക് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് മൊത്തം വേണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് മതിയെങ്കിൽ അത്രയും കൊടുക്കുക. അത് മൊത്തം ലൈറ്റും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം അത് റേഡിയസിൽ പോയിട്ട് റേഡിയസ് അല്ല, റൊട്ടേഷനിൽ പോയതിന് ശേഷം റൊട്ടേഷൻ Y ആക്സിസ്. ഓക്കെ, അത് ഓൾട്ട് പ്രസ് ചെയ്ത് ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ടൈം *50. ഓക്കെ, നമുക്ക് പ്ലേ ആവുന്നത് ഇതാ ഇങ്ങനെയാണ്, കണ്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക. അവിടെ പോയിട്ട് എഫക്ട്സിനകത്ത് ബ്ലർ ഷാർപ്പിനകത്ത് CC ഫാസ്റ്റ് ബ്ലർ കൊടുക്കുക. അത് ഏകദേശം കുറച്ച് കൂടുതൽ, ഒരു 95 ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് മോഡിൽ പോയിട്ട് ലീനിയർ ഡോഡ്ജ് അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആനിമേഷൻസ് ഇതാ ഇങ്ങനെയാണ്, കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഡിസ്കോ ലൈറ്റ് ആനിമേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളും ട്യൂട്ടോറിയലുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.